ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഫ്ലക്ച്വേഷൻസ് അതേപോലെ നമ്മളെ ട്രേഡ്സ് അനാലിസിസ് കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് ഇന്നലെ നമുക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ബൈ കണ്ടീഷനൊക്കെ ഫോം ചെയ്ത് നമ്മൾ ബൈ ഒക്കെ ഇട്ട് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ ഒരു സ്റ്റോപ്പ് ലോസ് സിറ്റിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ FOMCയുടെ മാർക്കറ്റ് ഫിയർ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ചെറിയൊരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു ബൈ എടുത്തിട്ടുണ്ടായി, ഒരു $5 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. ആ ഒരു ട്രേഡ് നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത്, കാരണം ഒരു മാർക്കറ്റ് ഫിയർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്ത്. കാരണം റിജക്ഷൻ പോസിബിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മേലെ മാർക്കറ്റ് ക്ലോസിംഗ് ഒക്കെ പ്രോപ്പർ ആയിരുന്നു. ഒരു ട്രംപിൻ്റെ ഒരു ചെറിയൊരു സ്പീച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു FOMCയിൽ ഒരു റിജക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു FOMC നല്ല രാത്രി 11 മണിക്ക് ഉണ്ടായിരുന്നല്ലോ. സോറി ഗൈസ്, നമ്മുടെ ചാർട്ട് അപ്പുറത്ത് കിടക്കുകയായിരുന്നു. ജസ്റ്റ് മിനിറ്റ്, കിട്ടിയില്ലേ? എന്താ കിട്ടി ഗൈസ്. അതായത് നമ്മുടെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ ബൈ പമ്പ് ചെയ്തിരുന്ന ഈ ഒരു $5 സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ നിന്ന് ഹിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളെന്ത് നല്ലൊരു ട്രേഡ് ഇന്നലെ രാത്രി തന്നെ കയറ്റി അത്യാവശ്യം പ്രോഫിറ്റ് എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഡ്രോപ്പ് വീഴാനുള്ള റീസണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നോർമലി ഉണ്ടായിരുന്ന ആ ഒരു മാർക്കറ്റിനെ പറ്റിയുള്ള ഫിയറാണ്. കാരണം FOMCയിൽ വലിയ രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും, മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യാനൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു സഡൻ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്ത് നല്ല രീതിയിലൊരു ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് മാർക്കറ്റ് എന്ത് ചെയ്ത് വോളറ്റൈലിറ്റി അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നിന്നുകൊണ്ട് ഒരു ഇൻഡിസിഷൻ മൂവ്മെൻറ്റ് വരുന്ന മാർക്കറ്റ് ഇന്നലെ ഈ ഒരു ലെവലിൽ നടന്നുകൊണ്ടിരുന്നത്. കാരണം ഇംബാലൻസ് ഫില്ല് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇൻഡിസിഷനായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ ചെറിയ രീതിയിലൊരു സപ്പോർട്ട് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് താഴേക്ക് ഇതിന് താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ല് മൂവ്മെൻറ്റും എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം നമ്മൾ ഇവിടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, കാരണം മേജർ ബൈ കണ്ടീഷൻ താഴെ കിടപ്പുണ്ടായിരുന്നു. അതായത് അവിടെ പെൻഡിങ് ഓർഡറും കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചും ബാലൻസ് വരാനുള്ള ചാൻസസ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു താഴെ വന്നു കഴിഞ്ഞാൽ ഇതിന് താഴെ ഡ്രോപ്പ് ആണെങ്കിൽ താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേലേക്കാണെങ്കിൽ ബൈ പോകാനുള്ള പോസിബിലിറ്റി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് എന്താ നടന്നത് വെച്ചാൽ ഡ്രോപ്പ് വന്നു. പക്ഷേ FOMCക്ക് തന്നെ മുന്നേ നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വിട്ടു. കാരണം 11 മണി ആയപ്പോഴേക്കും എന്താ ടൈം നോക്കി കഴിഞ്ഞപ്പോൾ 21 മണി 21, 22 ആ ഒരു ടൈമിലൊക്കെ നമ്മൾ FOMCക്ക് മുന്നേ തന്നെ എക്സിറ്റ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഒഴിവായി. കാരണം എന്താ ചെയ്യുക, അവിടെ വേറൊരു ബൈ പോസിബിലിറ്റിയും കൂടി നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായി. അത് നമുക്ക് നോക്കാം. ഇന്നലെ ഇട്ട സ്റ്റോപ്പ് ലോസിന് ശേഷം നമ്മൾ ഇന്നലെ രാത്രി മിഡ് നൈറ്റ് ഇട്ടൊരു ബൈ ട്രേഡിൻ്റെ ഇത്രയും കാണുന്നൊരു പ്രോഫിറ്റുമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. പോയി കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്തു, മാർക്കറ്റ് ഇന്നലെ വന്ന ഫോള്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായി പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു മേജർ സിംഗ്ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു ട്രെൻഡ് ചേഞ്ചിങ് മൂവ്മെൻറ്റുമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ലെവലിൽ നമുക്ക് ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ ചില ടാപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിന്നു, മാർക്കറ്റ് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നു. അതായത് ലിക്വിഡിറ്റി ചെറിയ രീതിയിൽ ടാപ്പ് ചെയ്തു. പക്ഷേ എന്നാൽ പോലും അവിടെ എന്തുണ്ട്, മാർക്കറ്റ് ഇൻഡ്യൂസ്മെൻറ്റിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ നല്ല രീതിയിൽ നടക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു ലിക്വിഡിറ്റി പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് കണ്ടീഷൻ പോസിബിൾ ആവുകയാണ്. അതായത് നമുക്ക് വന്നിട്ട് USൻ്റെ റേറ്റ് കട്ട് 4.14 നിന്ന് 4.12 ചെറിയൊരു വ്യത്യാസത്തിൽ മാത്രമേ ഒരു ഫ്ലക്ച്വേഷൻ ചെയ്തിട്ടുള്ളൂ. അത് ആക്ച്വലി ഗുഡ് ഫോർ കറൻസി ഒന്നും അല്ല എന്നുള്ള കണ്ടീഷൻ അപ്പോൾ തന്നെ തീരുമാനമായി. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്തു, നല്ലൊരു ലെവൽസ് നമ്മൾ 2 എണ്ണമാണ് പ്ലോട്ട് ചെയ്ത് വെച്ചാൽ താഴെ കിടക്കുന്നൊരു നല്ലൊരു അടിപൊളി സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മേലെയും കിടന്ന ഒരു സപ്പോർട്ടിങ് ഏരിയയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരുന്നത്. കാരണം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ലിക്വിഡിറ്റി ഗ്രാബിങ് പോസിബിലിറ്റി ഉള്ള 2 ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ കാണുന്നൊരു ലിക്വിഡിറ്റി ഗ്രാബിങ് ഏരിയ. കാരണം എന്താണ്, ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന പെൻഡിങ് ഓർഡർ, അതായത് ഈ കിടക്കുന്ന ഒരു ഓർഡർ ബ്ലോക്ക് ICT ലെവൽസ് പ്രകാരം ടാപ്പ് ചെയ്യാനും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഇംബാലൻസ് മീറ്റ് ചെയ്തിട്ട് ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള പോസിബിലിറ്റി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായി. അതേപോലെ തന്നെ നമ്മൾ കണ്ടുവച്ചിരുന്ന വേറൊരു പർട്ടിക്കുലർ ഏരിയയാണ് മേജറായിട്ടുള്ള ഈ കിടക്കുന്നൊരു നമ്മുടെ മേജർ സപ്പോർട്ടിങ് ഏരിയ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേജർ സപ്പോർട്ടിങ് ഏരിയയുടെ താഴെയും കൂടി വേറൊരു സപ്പോർട്ടിങ് ഏരിയ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതും കൂടി കൺസിഡർ ചെയ്യാണ്ട് വിടാൻ പറ്റില്ല. അത് നമ്മളെടുത്തു. അതിന് താഴെ വേറൊരു സപ്പോർട്ടിങ് ഏരിയ നമുക്ക് എടുക്കുന്നത് ഡബിൾ കൺഫർമേഷനാണ്. കാരണം നല്ല പവർഫുൾ ഏരിയ ആണെന്ന് നമുക്ക് ഷുവറാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ 2 ലെവൽസ് അങ്ങോട്ട് പ്ലോട്ട് ചെയ്ത് വെച്ചു. മാർക്കറ്റ് എന്ത് ഇൻഡ്യൂസ്മെൻറ്റ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അവിടെ മാർക്കറ്റ് ന്യൂസ് വന്നു, ഫ്ലക്ച്വേഷൻ നടന്നത് എന്തായിരുന്നു, എഗെയിൻസ്റ്റ് ആയിരുന്നു, അതായത് കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. നല്ലൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആയി. അതായത് പവർ പാറ്റേൺ, നല്ലൊരു പവർ പാറ്റേൺ കിട്ടി. ചെറിയ ടൈം ഫ്രെയിമിലോട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6 മിനിറ്റ് കണ്ടീഷൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നർ ലെയർ ബ്രേക്ക് ചെയ്ത്, അതായത് BOS ഇന്നർ ലെവലിൽ നമുക്ക് കിട്ടി. ആൻഡ് ദ സെയിം സിനാരിയോ ഔട്ടർ ലെയറും കൂടി ബ്രേക്ക് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നമ്മളൊരു ബൈ എടുത്തിട്ടുണ്ടായി. ഇത് കയറി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഞങ്ങൾ ബൈ അങ്ങോട്ട് കയറ്റി വെച്ച്
മാർക്കറ്റ് എന്ത് ചെയ്ത് നല്ല രീതിക്ക് അടിച്ചങ്ങോട്ട് കയറി. നമ്മളൊരു ചെറിയൊരു റീടെസ്റ്റും കൂടി എക്സ്പെക്റ്റ് ചെയ്തു. കാരണം എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇംബാലൻസ് ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിലൊരു ഡിപ്പ് വരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായി. പക്ഷേ ആ ഒരു ഡിപ്പ് കിട്ടിയില്ല. എന്നാൽ പോലും ഇവിടെ നിന്നൊരു ബൈ എടുത്തു, ഇവിടെ നിന്നൊരു ബൈ എടുത്തു. നമ്മൾ ആ ട്രേഡ് ഹോൾഡ് ചെയ്തു. ഒരു ബൈ ലിമിറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായി. അത് എക്സിക്യൂട്ട് ആയില്ല. ട്രേഡ് എന്ത് ചെയ്ത് നല്ല രീതിയിൽ കത്തിക്കയറി. നമ്മുടെ ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള ഈ ഹൈ, ലാസ്റ്റ് ഉണ്ടായിരുന്ന ഹൈ മീറ്റ് ചെയ്തു. ഇപ്പോൾ മാർക്കറ്റ് റിജക്ഷൻ ചെറിയ രീതിയിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. താഴേക്ക് വീണ്ടും വരും, കുറച്ചും കൂടി താഴെ വരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമ്മൾ കാത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് അഗെയിൻ എന്ത് ചെയ്യുക, സ്വിംഗ് ഹൈസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒബിയസ്ലി പുതിയൊരു മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് അവിടെ നല്ല രീതിയിൽ കുറച്ച് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം, നമുക്ക് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ ഇതേ കിടക്കണം. നമുക്കിതാ ഈ ഒരു ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കുനു എന്ന് പറഞ്ഞിട്ട് ക്യാൻഡിൽസ് എന്ത് ചെയ്ത് ടാപ്പ് ചെയ്ത് അവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലിക്വിഡിറ്റി നല്ലൊരു ലിക്വിഡിറ്റി പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് താഴെ നിന്ന് അവിടെ എന്തെങ്കിലും ബൈ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ആ പാർട്ട് പിടിക്കാൻ പറ്റും. കാരണം എന്താ, അവിടെ നല്ല ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു, അഗൈൻ പോയിട്ടുണ്ട്, ലിക്വിഡിറ്റി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാർക്കറ്റ് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 2 പോസിബിലിറ്റിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നിട്ട് സെഷൻസ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ തൊട്ട് താഴെ എന്താണ് ലണ്ടൻ സെഷൻ്റെ ലോ കിടക്കുന്നുണ്ട്. മുകളിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ലണ്ടൻ സെഷൻ്റെ ഹൈയിലാണ്. ഏതാണ് ടാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നത്, അവിടെ നിന്ന് ഒരു ബൈ കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും ലണ്ടൻ ലോ എന്നാണെന്നുണ്ടെങ്കിൽ. അതേപോലെ ലണ്ടൻ ഹൈ എന്നാണ് നമുക്ക് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു സെല്ല് വിടാനുള്ള ഒരു പോസിബിലിറ്റി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം 50 മിനിറ്റിലോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ഓർഡർ ബ്ലോക്സ് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പെൻഡിങ് ഓർഡർ ക്രിയേഷൻ ഉണ്ട്. അത് പ്രോപ്പറായിട്ടൊരു സപ്പോർട്ടിങ് ഏരിയ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. കണ്ടോ, പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് നമുക്ക് ഇവിടെ കണ്ടീഷനിലുണ്ട്. അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ട്രൂ ഡേയുടെ സപ്പോർട്ടും കിടപ്പുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഏരിയ സ്ട്രോങ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു. അതിന് താഴെ ഒരു പ്രൊട്ടക്റ്റഡ് ലോ ചെറുതായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു വലിയൊരു സപ്പോർട്ടിംഗ് പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രൂ ഡേ താഴെയുള്ള പ്രൊട്ടക്റ്റഡ് ലോവും കൂടി കണക്ട് ചെയ്ത് ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇൻ കേസ് ഒരു ടാപ്പ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൊട്ടക്റ്റഡ് ലോ കൂടി ടാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ അങ്ങോട്ട് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യോ, ഈ ലിക്വിഡിറ്റി പോർഷൻ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ബെസ്റ്റ് ബൈയിങ് ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഒരു റേഞ്ച് ആയിരിക്കുള്ളൂ. മാർക്കറ്റ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കണ്ടീഷൻ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി ഒരു ബൈ എടുക്കുക. നമുക്ക് എന്ത് ചെയ്യുക, മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ട് അടുത്ത് ബുക്ക് ചെയ്ത് വിടാം. ഇല്ല, നമ്മളെന്ത് ചെയ്ത് മാർക്കറ്റ് കൺസോൾട്ടേഷനാണ് ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെറിയൊരു സെല്ലെടുക്കാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. അതെന്ന് പറഞ്ഞാൽ സെല്ലെടുത്തെന്ന് പറഞ്ഞാൽ ആ സെല്ലെടുത്ത് പോയി കൈ പിടിക്കരുത്. 8ൻ്റെ വള്ളി കിട്ടും. കാരണം എന്താ, ബ്രേക്ക് സ്ട്രക്ചർ നമുക്ക് ഇന്നറും ചെറിയ സ്ട്രക്ചറിലും ഇന്നർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഔട്ടറും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നമുക്ക് ഇവിടം വരെയൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. സെല്ല് ഇട്ടാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് എൻട്രി എടുക്കുക, ഇമ്മീഡിയറ്റ് എക്സിറ്റ് എടുക്കുക. ആ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്തായി. മോസ്റ്റ് പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ബൈക്ക് തന്നെ കൊടുക്കുക. പ്രിഫറൻസ് എപ്പോഴും ബൈക്ക് തന്നെ കൊടുക്കുക. കാരണം എന്ത് ചെയ്യുക, മേജർ ട്രെൻഡ്സൊക്കെ ബൈയിലേക്ക് തന്നെ ബ്രേക്ക് ചെയ്താക്കണം. സോ ഒബിയസ്ലി ഒരു റീടെസ്റ്റ് തന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും ബൈ എടുത്തിട്ട് മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. നമുക്ക് എന്തായാലും ഇപ്പോൾ ലണ്ടൻ സെഷൻ്റെ ലോ മാനിപ്പുലേറ്റ് ചെയ്യുമോ നോക്കാം. ലണ്ടൻ സെഷൻ ലോ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലേക്ക് ഒരു ബൈ എടുത്തിട്ട് കയറ്റി വിടുക. കാരണം എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് റിജക്ഷൻ തന്ന ഏരിയയാണ്. സോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് ഏരിയ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ഏരിയ ആയിട്ട് കളിക്കുന്നുണ്ട് ഈ ഒരു പോർഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനിൽ വന്നിട്ട് നമ്മുടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ലണ്ടൻ സെഷൻ്റെ ലോ എടുക്കണമെങ്കിൽ നല്ലൊരു പോസിബിലിറ്റി അല്ലേ. നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് കിട്ടും. ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ എന്താ, ഇത് നോക്കിയിരിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ ട്രേഡ് എടുക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നതാണ്. സോ അതുവരെ ബൈ.